ഇന്നലത്തെ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡർ ടോപ്പ് ഓർഡറിന്റെ സ്കോർ കാർഡ് അവരെടുത്ത റൺസ് സ്കോർസ് ഒക്കെയാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, ഇന്ത്യക്ക് ഒരു മികച്ച വിക്കറ്റ് പാർട്ണർഷിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ മത്സരത്തിന് മുന്നേ ഇന്ത്യക്ക് ഇതുവരെ ഒരു 25 റൺ പാർട്ണർഷിപ്പ് ഒരു വിക്കറ്റിലും ഈ ടൂർണമെന്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ശക്തമായ വിമർശനം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ടോപ്പ് റൺ ഗെറ്റേഴ്സിൽ പ്രധാനപ്പെട്ട ആളുകളില്ല, ഫയർ ചെയ്യാൻ താരങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തായിരിക്കും പ്രശ്നം? കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും അധികം താരങ്ങൾ എത്രയോ മത്സരങ്ങൾ കളിച്ചവർക്ക് എന്തുകൊണ്ട് ലോകകപ്പിലെ പ്രഷർ അവർക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ അപ്പോഴും ചോദിച്ചില്ല, ആർ ദേ കംഫർട്ടബിൾ ഇൻ ദെയർ ബാറ്റിംഗ് പൊസിഷൻ എന്നുള്ളത്. ഒരുപക്ഷേ ഇതേ താരങ്ങൾ പല മത്സരങ്ങളിലും അവരുടെ പലതരത്തിലുമുള്ള ബാറ്റിംഗ് പൊസിഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ ജാക്ക് പോട്ട് അടിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് കോമ്പിനേഷൻ ഇന്നലെ ഉണ്ടായി എന്നത് ഈ സ്കോർ കാർഡിൽ നിന്ന് വ്യക്തമാണ്. എതിരാളികൾ സിംബാബ്വെ ആണെന്നുകൊണ്ട് ആരും പറഞ്ഞുകൊണ്ട് വരരുത്. ഓസ്ട്രേലിയക്കെതിരെയും ശ്രീലങ്കയെയും തകർത്ത് തരിപ്പണമാക്കിയ അതേ സിംബാബ്വെ തന്നെയാണ് ഇന്ത്യ ഇന്നലെ കളിച്ചത്. കഴിഞ്ഞ ദിവസം സൂപ്പർ 8 വന്നപ്പോഴേക്കും സിംബാബ്വെ അറിഞ്ഞ ചൂട് വെസ്റ്റ് ഇൻഡീസിനെയും ഇന്ത്യക്കെതിരെയാണ്. ഏകദേശം 510 റൺസാണ് സിംബാബ്വെ ഈ 2 മത്സരങ്ങളിൽ നിന്ന് മാത്രമായി വഴങ്ങിയിരിക്കുന്നത് എന്നത് സൂപ്പർ 8 പ്രഷർ സിംബാബ്വെ വല്ലാണ്ട് അലട്ടുന്നു എന്നതിൽ വ്യക്തമാക്കുന്നു. ക്യാപ്റ്റൻ സിക്കന്ദർ റാസ പറഞ്ഞൊരു വാചകമുണ്ട്, ആരൊക്കെ വിശ്വസിക്കുന്നു ഞങ്ങൾ സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്യുമെന്ന് പ്രസ് മീറ്റിൽ ചോദിച്ചപ്പോൾ ഒരൊറ്റ മാധ്യമ പ്രവർത്തകൻ മാത്രമാണ് കൈവക്കിയത്. അപ്പോഴും സിക്കന്ദർ പറഞ്ഞത് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കൈ ഞങ്ങൾ മാറ്റി ഉയർത്തിപ്പൊക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ പോകുന്നില്ല, സിംബാബ്വെ ഔട്ട് ഓഫ് ദ ടൂർണമെന്റ്. പക്ഷേ ഈ ബാറ്റിംഗ് സ്ട്രെങ്ത്, ഈ സ്കോർ കാർഡ് ഇത് നൽകുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സഞ്ജു സാംസൺ. എന്തായിരുന്നു അയാൾക്ക് കിട്ടിയ റോള്? ടീമിൽ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. പവർ പ്ലേയിൽ ഗംഭീരമായ കോൺട്രിബ്യൂഷൻ നൽകുക എന്നുള്ളതാണ്. ഈ സ്കോർ കാർഡിൽ നിന്ന് വ്യക്തമാണ്. 15 പന്തിൽ നിന്നും 24 റൺസ്, അതിൽ 2 6, ഒരു 4, സ്ട്രൈക്ക് റേറ്റ് ഓഫ് 160. അയാൾക്ക് കൊടുത്ത റോള് കൃത്യമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ നമ്മൾ സഞ്ജുവിനെ കാണും. അഭിഷേക് ശർമ്മ 0, അടുത്ത നമീബിയക്കെതിരെ മത്സരത്തിൽ കളിക്കുന്നില്ല, വീണ്ടും 0. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 15 റൺ. ഇതായിരുന്നു സ്കോർ. 4 മത്സരങ്ങൾ കളിച്ചതിൽ നിന്നും 15 റൺസ് മാത്രം സമ്പാദ്യമുണ്ടായിരുന്ന അഭിഷേക് ശർമ്മയെ വീണ്ടും ഓപ്പണിംഗ് പൊസിഷനിലേക്ക് ട്രൈ ചെയ്യുന്നു. പക്ഷേ കാരണം ICC T20 റാങ്കിങ്സിൽ ഓരോ ആഴ്ചയും പുതുക്കി പണിയുന്ന റാങ്കിങ്സിൽ പോലും 1ാം സ്ഥാനത്തിൽ നിന്നും വിട്ടുകൊടുക്കാൻ അഭിഷേക് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അഭിഷേകിനെ വീണ്ടും പരീക്ഷിക്കുന്നു. പക്ഷേ ഇത്തവണ ഒരു ചേഞ്ച്, പാർട്ട്ണറിനെ മാറ്റി ഇഷാൻ കിഷന് പകരം സഞ്ജു സാംസണെ കൊണ്ടുവരുന്നു. അവിടെ നിന്നുണ്ടാക്കിയ ചേഞ്ച് അഭിഷേക് ശർമ്മയെ നോൺ സ്ട്രൈക്കേഴ്സ് എന്നിലേക്ക് കൊണ്ടുവന്നു. സഞ്ജു ആണ് ഇന്നിങ്സിലെ ആദ്യത്തെ പന്ത് ഫേസ് ചെയ്യുന്നത്. അതിനുശേഷം അഭിഷേക് വരുന്നു. അഭിഷേക് സ്കോർ ചെയ്യുന്നത് 30 പന്തിൽ നിന്നും 55 റൺസ്, അതായത് 5 ഓവർ അഭിഷേക് കളിക്കുന്നു, 55 റൺസ് ഉണ്ടാക്കുന്നു. അതായത് ഏകദേശം ഒരു 11 റൺസ് പെർ ഓവറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം പിന്നെ ക്രിക്കറ്റ് ആംഗിളിൽ. അപ്പോൾ അഭിഷേക് ശർമ്മ പുറത്താവുന്നതും അപ്പോസയുടെ പന്തിലാണ്. അപ്പോസെ അതുവരെ ഇന്ത്യ അതിഗംഭീരമായി തകർത്ത് കളിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ്. അപ്പോസയുടെ ആദ്യത്തെ മത്സരമായിരുന്നു ഈ T20 ലോകകപ്പിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ ചൂടറിഞ്ഞ മത്സരം. അത് കഴിഞ്ഞ് നേരെ ഇഷാൻ കിഷനിലേക്ക് വരുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബാറ്റിങ്ങിൽ ഷഫിൾസ് വന്നെങ്കിൽ പോലും ഓരോരുത്തരും അവരുടെ റോള് ഗംഭീരമാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ സഞ്ജു കളിക്കുന്ന സമയത്ത് അഭിഷേക് നോൺ സ്ട്രൈക്കേഴ്സ് എന്നിലേക്ക് മാറിക്കൊടുക്കുകയും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സഞ്ജു പുറത്തായതോടുകൂടി അഭിഷേക് അൺലീഷ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇഷൻ ബാക്ക് ഫുട്ടിലേക്ക് വന്നു. ഇഷൻ്റെ സ്കോർ കാർഡ് 24 പന്തിൽ നിന്നും 38 റൺസ്, അതിൽ 4 4, 1 6 മാത്രമാണ്. സാധാരണയായി ഈ T20 ലോകകപ്പിൽ ഈ നെതർലൻഡ്സിനെതിരെ 7 പന്തിൽ നിന്നും 18 റണ്ണും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഡക്കും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സിക്സേഴ്സിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്നത് ഇഷാൻ കിഷൻ ഇവിടെ നേരെ മറിച്ച് ഗ്രൗണ്ട് ഷോട്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 158 സ്ട്രൈക്ക് റേറ്റിൽ ഇഷാൻ കിഷൻ പുറത്താവുന്നു. അതിനകത്ത് ഒരു പരാതിയില്ല. പക്ഷേ സൂര്യകുമാർ യാദവ് വരുമ്പോഴേക്കും സൂര്യ പന്ത് തീനി എന്ന് ഈ T20 ലോകകപ്പിൽ വല്ലാത്ത വിമർശനങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 22 പന്തിൽ നിന്നും അടിച്ചെടുത്തത് വെറും 18 റണ്ണ് മാത്രമാണ്. സൂര്യ ആകെ കളിച്ച ഒരു ഗംഭീരമായ കളി എന്ന് പറയുന്നത് USA-ക്കെതിരാണ്. അതിനുശേഷം സൂര്യയ്ക്ക് നല്ലോണം ബോൾസ് കൺസീഡ് ചെയ്യേണ്ടി വരുന്നു. 30ഉം 20ഉം ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതനുസരിച്ചുള്ള പന്തുകൾ സൂര്യ ഫേസ് ചെയ്യുന്നുണ്ട്. ആ വിമർശനങ്ങളുടെ എല്ലാം മൂടിക്കെട്ടാൻ ഒറ്റ മത്സരം കൊണ്ട് സൂര്യയ്ക്ക് സാധിക്കുന്നു. 13 പന്തിൽ നിന്നും 33 റൺസ് സൂര്യ സ്കോർ ചെയ്യുന്നു. അതിൽ 3 4, 2 6, സ്ട്രൈക്ക് റേറ്റ് ഓഫ് 253 എന്ന മാസീവ് സ്ട്രൈക്ക് റേറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നു ദ ക്യാപ്റ്റൻ ഹിംസെൽഫ്. അതിനുശേഷമെങ്കിലും തിലക് വർമ്മ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ മുന്നിലേക്കാണ് തിലക്കിനെ വീണ്ടും മാറ്റി ഹാർദിക്കിനെ കൊണ്ടുവരുന്നത്. ഈ ലോകകപ്പിൽ ഉടനീളം തിലക് വർമ്മ കളിച്ചത് ഇന്നറ്റ് 3 പൊസിഷനിലാണ്. ഇഷൻ കിഷൻ വരുന്നതിന് ശേഷം ഒന്നുകിൽ തിലക്ക് ഇന്നറ്റ് 4ലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ 5ൽ ഇറങ്ങുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ തിലക്കിനെ ഒന്നുകൂടെ താഴോട്ട് ഇറക്കി ഹാർദിക്കിനെ മുകളിലോട്ട് കൊണ്ടുവന്നു, വിച്ച് വാസ് എ വെരി ഗ്രേറ്റ് ചേഞ്ച്. കാരണം ഹാർദിക്ക് വരുന്നതോടുകൂടി ഹാർദിക്കിന് ഇൻറ്റൻഷൻ ക്ലിയറായി. ഹാർദിക്കിന് ആ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ കിട്ടി. കാരണം ഇവിടെ നിന്ന് തുടങ്ങിയ ഫൗണ്ടേഷനാണ്.
ഈ ഓപ്പണിങ്ങിൽ നിന്ന് തുടങ്ങുന്ന ഫൗണ്ടേഷൻ ഇവിടേക്ക് എല്ലാവർക്കും കൺവേർട്ട് ചെയ്ത് വരുമ്പോഴേക്കും എല്ലാവരും ഫ്രീ ആയിട്ട് കളിക്കാൻ തുടങ്ങി. ഹാർദിക് വരുമ്പോഴേക്കും 23 പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി അടിക്കുകയും ചെയ്തു. അതിൽ 2 4-ഉം 4 6-ഉം സ്ട്രൈക്ക് റേറ്റ് ഓഫ് 217. ഈ സ്കോർ കാർഡ് ഈ സ്ട്രൈക്ക് റേറ്റുകളുടെ എണ്ണം നോക്കി 160-ൽ നിന്ന് 217-ലേക്ക് ഇപ്പോൾ തന്നെ എത്തി നിൽക്കുന്നു. എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് നമുക്ക് പുറത്തു പറയാൻ പറ്റുന്നതാണ്. സൂര്യയുടെ പ്രത്യേകിച്ച് 253. എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഇന്നിങ്സിൻ്റെ ലാറ്റർ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കുമാണ് തിലക് വർമ്മ വരുന്നത്. സൂര്യ അപ്പോഴേക്കും പുറത്താവുന്നു. തിലക് വരുന്നു. തിലക് വന്നിട്ട് തിലക്കിൻ്റെ ഇൻറ്റൻഷൻ ഭയങ്കര രസമായിരുന്നു. അതായത് അതുവരെ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ തിലകിൻ്റെ ഇൻറ്റൻഷൻ വ്യക്തമാക്കി. ആദ്യത്തെ പന്തിന് ശേഷം രണ്ടാമത്തെ പന്തിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വന്നെങ്കിൽ പോലും അത് എഡ്ജ് ചെയ്ത് കീപ്പർ ക്യാച്ചിന് പോയി തിലക് ഒരു റണ്ണിന് പുറത്തായി. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അതേ ഇൻറ്റൻഷനായിരുന്നു. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ബോൾ ഗ്രൗണ്ടഡായിട്ട് കളിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ പന്തിൽ 4, രണ്ടാമത്തെ പന്തിൽ 4. 2 പന്തിൽ നിന്ന് 8 റൺസുമായിട്ട് തിലക് ബാറ്റിംഗ് തുടങ്ങുന്നു. അങ്ങനെ 16 പന്തിൽ നിന്നും 44 റൺസ് അടിക്കുന്നു. സ്ട്രൈക്ക് റേറ്റ് 275. അതായത് 275 മാമോത്ത് സ്ട്രൈക്ക് റേറ്റിലേക്ക് തിലക് വർമ്മയെ കൊണ്ടെത്തിക്കുകയാണ്. ഈ ബാറ്റിംഗ് ഈ സ്ട്രെങ്ത് ഇത്രയും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തോന്നിപ്പോയൊരു മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരം. കാരണം അതിന് മുന്നേ വരെ നമുക്ക് ബാറ്റിങ്ങിൽ കുറവുണ്ടോ, റിങ്കു സിംഗും കൂടെ വന്നാൽ മാത്രമേ ഒരു ഫിനിഷർ വരൂ. ശിവം ദൂബെ കളിച്ചിട്ടില്ല. ശിവം ദൂബെയും ഇനി വരാനുണ്ട് എന്നതും കൂടി ഓർക്കണം. അതിന് മുമ്പേ തന്നെ ഇന്ത്യ ഒരു 256-ലേക്ക് എത്തിച്ചു. ഇനി ശിവം ദൂബെയും കൂടി ഇരിക്കുമ്പോഴാണ് റിങ്കു സിംഗും കൂടെ വേണം, എന്നാൽ മാത്രമേ നമുക്കൊരു ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ടാവൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് കൃത്യമായ പൊസിഷനിൽ ആളുകൾ ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു ബാറ്റിംഗ് പട നമുക്കുണ്ട് എന്നുള്ളൊരു തോന്നലും കൂടി എത്തിച്ചത്. സോ ഇപ്പോൾ കറക്റ്റായിട്ട് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോഴേക്കും ഈ പൊസിഷൻ ഇനി മാറ്റാതിരിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ പ്ലെയേഴ്സിനും അവരവരുടെ റോൾസ് കൃത്യമായി മനസ്സിലാക്കി കളിച്ചൊരു കളിയും കൂടിയായിട്ട് ഇന്നലെ മാറി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഒപ്പോണന്റ്, ഇറ്റ്സ് അബൌട്ട് ദ റൂൾസ് ദാറ്റ് ദേ ക്യാരി. ആ ക്യാരി ചെയ്ത റോൾസ് കൃത്യമായിട്ട് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആയിട്ട് മാറിയതും. 72 റൺസിൻ്റെ വിജയമായിട്ട് ഒരു പക്ഷേ ശിവം ദൂബെ പന്തെറിഞ്ഞില്ലായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ റൺസ് ജയിച്ചേനെ. പക്ഷേ 72 റൺസ് ജയം എന്ന് പറയുന്നത് ഒരു മാമോത്ത് ജയമാണ്. 76 റൺസിലാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോറ്റതെങ്കിൽ പോലും ഇപ്പോഴും ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് നെഗറ്റീവിൽ തന്നെ നിൽക്കുകയാണ്, പോസിറ്റീവിലേക്ക് മാറിയിട്ടില്ല. ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് 0.1 ഡിഫറൻസിൽ മാത്രമാണ് നെഗറ്റീവ് നിൽക്കുന്നത്. പക്ഷേ ഓൾ ഗോസ് ഡൗൺ ടു ദ വയർ. സൺഡേ 1-ാം തീയതി ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുക. ഇനി നെറ്റ് റൺ റേറ്റിന് ഒരു സ്ഥാനമില്ല. വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുക, സെമിയിലേക്ക് പോവുക, അത് മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതേ ഓർഡറിൽ തന്നെ കളിക്കും. നോ ചേഞ്ചസ് ഇൻ ദ സൈഡ് എന്ന് തന്നെ ഞായറാഴ്ച സൂര്യകുമാർ യാദവ് പറയാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.